പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഈ കാലയളവിൽ സമൂഹ മാധ്യമത്തിലൂടെ വൈറലായ ഒരു സുവിശേഷ പ്രവർത്തകനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് കാർത്തികേയൻ എന്നാണ്. തകഴിയിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ഈ പ്രിയ ദൈവദാസൻ വളരെ ഏറെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരസ്യങ്ങളും പൊതു ശുശ്രൂഷകളും ഒക്കെ ചെയ്യുവാൻ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകയാൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ അദ്ദേഹത്തിന്റെ പാട്ടുകളും സാക്ഷ്യവും ഒക്കെയായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് കേൾക്കാം. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ ദാസൻ കാർത്തികേയൻ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ ദാസനെ കർത്താവിൻ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ദേവദാസൻ ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠമേറിയ ദൈവജനത്തിന് മുന്നിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് കാർത്തികേയൻ എന്നാണ്. എന്റെ സ്വദേശം തകഴിയാണ്. ഞാന് സ്വതന്ത്രം കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായത് ഒത്തിരി ജീവിതാനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഇത്രത്തോളം ദൈവോട് നടത്തുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഞാൻ അരോമ ടിവിയിൽ എനിക്ക് ഒരു അവസരം തന്ന ദൈവദാസന് നന്ദി പറയുന്നു. കേൾക്കുന്ന കേൾവിയായ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. സ്തോത്രം. എൻ്റെ പേര് കാർത്തികേയൻ. ആലപ്പുഴ സ്വദേശിയാണ്. തകഴിയിലാണ് എൻ്റെ വീട്. ഞാൻ ഈ അടുത്ത സമയത്ത് പരസ്യങ്ങൾക്കൊക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായി പരസ്യങ്ങൾക്ക് കടന്നുപോയി. അങ്ങനെ ഒരു പാട്ട് ഞാൻ തന്നെ എഴുതുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ പാട്ട് എഴുതി ആ പാട്ട് വൈറലാകുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം എനിക്ക് തന്ന പാട്ടായതുകൊണ്ട് അത് വൈറലാകുവാൻ തക്കവണ്ണം ഇടയായി. അത് അനേക വിശ്വാസികളും മറ്റുള്ള സമുദായക്കാരും ഒക്കെ അത് കേൾക്കുവാനിടയായി. അത് അവർക്കൊക്കെ അനുഗ്രഹമായി അവരുടെ ആത്മീയ വർധനമൊക്കെ വരുവാനൊക്കെ ഇടയായി എന്നൊക്കെ ഇങ്ങനെ പറയുവാൻ കേട്ടു. അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ഞാൻ അതിൻ്റെ ഒരു നല്ല രണ്ടുപേര് പാട്ട് അത് എനിക്ക് ദൈവം തന്നത് ഞാനത് പാടുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അത് പരസ്യവും ചെയ്യുന്നത് റോഡുകളിലായതുകൊണ്ട് ആ റോഡിൽ നിന്നും നമ്മളെ യാത്രയുടെ കടന്നു പോകുന്നവരോട് നാം അവരോട് പറയുന്നതായ ഒരു അഭിമുഖമായിട്ട് പറയുന്ന ഒരു സംഭവത്തിലാണ് ഞാൻ അത് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്. സോദരാ നിന്നിടുമോ നീയൊരു നിമിഷം കേൾക്കുമോ സോദരാ നിന്നിടുമോ നീയൊരു നിമിഷം കേൾക്കുമോ ലോകത്തെ രക്ഷകനെ നിന്റെ ഉള്ളത്തിൽ വന്നിടുവേ ലോകത്തെ രക്ഷകനെ നിന്റെ ഉള്ളത്തിൽ വന്നിടുവേ വിശ്വസിക്കാം ഈ ലോകയാത്രയിലെ നിന്നുള്ളിലെ ഭാരങ്ങളും യേശുണ്ട് നിന്നുള്ളിലെ ഭാരങ്ങളും മറ്റൊന്നൊരേശുണ്ട്. കുരുടനു കാഴ്ചയുമേ
പിന്നെ രോഗിക്ക് വൈദ്യനുമേ കുരുടനു കാഴ്ചയുമേ. പിന്നെ രോഗിക്ക് വൈദ്യനുമേ നിന്നെയും വീണ്ടെടുക്കാൻ തന്റെ പുത്രനെ യാഗമാക്കി. നിന്നെയും വീണ്ടെടുക്കാൻ തന്റെ പുത്രനെ യാഗമാക്കി. വിട്ടിടുമോ വിട്ടിടുമോ നിന്നുടെ പാവങ്ങളെ. കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിയിടുമോ. കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിയിടുമോ. കാൽവരിയിലെ ക്രൂശിലേക്ക് നീയൊന്നു നോക്കിയിടുമോ. എന്റെ ചെറുബാല്യവും എന്റെ ചെറുപ്രായവും ഒത്തിരി സ്വപ്നങ്ങൾ എനിക്ക് അയവിറക്കാനുണ്ട്. എങ്കിലും സ്തോത്രം അതൊക്കെ ദൈവമില്ലാതെ നടന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്തോത്രം ഒത്തിരി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വലിയ പഠിത്തക്കാരനൊന്നും അല്ലെങ്കിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്പം കലാഫീൽഡിൽ ആയതുകൊണ്ട് ഇച്ചിരി കലകളൊക്കെ ഉള്ളതുകൊണ്ട് മറ്റുള്ള പിള്ളേർക്കുമൊക്കെ വലിയൊരു കാര്യമായിരുന്നു. ടീച്ചേഴ്സും ഒക്കെ ഒത്തിരി കാര്യങ്ങളായിരുന്നു. സ്വത്രത്തിൽ പാട്ട് അന്നൊക്കെ ഡാൻസ് കളിയായിരുന്നു. ഡാൻസ് അങ്ങനെ കൊട്ടും ഒക്കെ ആയിട്ട് അവർക്കൊക്കെ വലിയ താല്പര്യമായിരുന്നു. പക്ഷെ പഠിത്തത്തിൽ ഞാൻ വളരെ മോശമായിരുന്നു. സ്വത്രം അതുകൊണ്ട് ഒരു ക്ലാസ്സിലൊക്കെ പഠിക്കണമെങ്കിൽ ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓരോ വർഷം തോറ്റാ പഠിക്കാറ്. കാരണം അങ്ങനെ പഠിക്കാറ്. കാരണം പഠിത്തത്തിൽ വലിയ വിദ്യാഭ്യാസം അക്ഷരമൊന്നും അറിയത്തില്ല. അന്ന് എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. സ്വതം വചനം പറയുമ്പോൾ അതിനിടയ്ക്ക് വചനം പറയാതിരിക്കാൻ പറ്റില്ല. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. സ്വതം അത് പിന്നീടാണ് ഞാൻ ബൈബിൾ വായിക്കാറായപ്പോഴാണ് ഞാൻ വായിക്കാനൊക്കെ പറയാൻ തോന്നുന്നു. വായിക്കുമെങ്കിലും വലിയ അറിവില്ലെങ്കിലും സ്വതം വചനം പഠിച്ചിപ്പോ വായിക്കുന്നുകൊണ്ട് എനിക്ക് വായിക്കാൻ ഇപ്പൊ അറിയാം. സ്വതം എങ്കിലും ദൈവം എന്നെ എത്രത്തോളം നടത്തുന്നു. സ്വതം അങ്ങനെ യൗവനത്തിലൊക്കെ ഒത്തിരി ഇടങ്ങളിലൊക്കെ പോകാൻ തക്കവണ്ണം ഇടയായി. സ്വതം അങ്ങനെ ഒത്തിരി പഠിത്തത്തിന് വലിയ കഴിവില്ലാത്തത് കൊണ്ടൊക്കെ എന്റെ വീട്ടിൽ എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്. അങ്ങനെ 3 സഹോദരന്മാരുണ്ട്. 2 സഹോദരനും ഒരു സഹോദരിയുണ്ട്. അവരാണ് ഏറ്റവും ഇളയതാണ് ഞാൻ അവരെല്ലാം ഉന്നത പഠിത്തമൊന്നും അല്ല. അവര് സാധാരണ പഠിത്തെങ്കിൽ വീട്ടിലെ കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ കൊണ്ട് ഞാൻ ചെറുപ്പം പോലെ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചു പറഞ്ഞു. അപ്പൊ എന്നോട് എത്ര വയസ്സിലായി ഇന്നടത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നൊക്കെ ഞാൻ പലപ്പോഴും സാക്ഷ്യം പറയാൻ സഭയിലൊക്കെ പോകുമ്പോൾ അവരെന്നെ ചോദിച്ചപ്പോ ഈ സഹോദരനോട് ചോദിച്ചു എപ്പോഴും പോലാന്ന് ഞാൻ പറയായിരുന്നു. ഒരു 12-13 വയസ്സിലൊക്കെ ഞാൻ വീട്ടിലൊക്കെ വീട്ടുകളിൽ ഓരോരുത്തരുടെ വീട്ടുകളിലൊക്കെ ജോലി ചെയ്യായിരുന്നു. അവരുടെ വീട്ടിലെ സ്വന്തം അമ്മയെ സഹായിക്കുകയും അടുക്കള പണി സഹായിക്കുകയും സഹായിക്കുകയും പശുക്കളെ നോക്കുകയും പട്ടികളെ നോക്കുകയും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. സ്വന്തം ഞാൻ അത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാനിടയായി. അത് കഴിഞ്ഞ് അങ്ങനെ വീണ്ടും പഠിക്കാൻ വേണ്ടി അപ്പം ആൾക്കാർ പറയും, എന്തിനാണ് ആ കൊച്ചു പയ്യനെ നിങ്ങളെ ജോലിക്കായിട്ട് അവിടെ വിട്ടിരിക്കുന്നത്? അത് പണ്ടൊക്കെ അവരുടെ വീട്ടിലൊക്കെ ജോലിക്കൊക്കെ പോകണോണ്ട്, അച്ഛൻ ജോലിക്കൊക്കെ പോകണോണ്ട് അവരുടെ വീട്ടിൽ അവർ പറയുമ്പോൾ വെറുതെ നിൽക്കുമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്നതാണ് അവിടെ ജോലിക്കായിട്ട്. അങ്ങനെ പോയി അടുത്ത വീട്ടിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മയുടെ അച്ഛനോട് ചോദിച്ചിട്ട് എന്തിനാ ചെറുപ്രായത്തിലെ ആ പയ്യനെ എന്തിനാ അങ്ങനെയുള്ള ജോലിക്കൊക്കെ വിട്ടിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാഹചര്യം കഷ്ടപ്പാടിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും സ്തോത്രം അങ്ങനെ വിടുമായിരുന്നു. പക്ഷെ അത് ഞാൻ കൊച്ചതാ, എനിക്കത് വലിയ നാണവും കാര്യങ്ങളൊന്നും എനിക്ക് അന്നില്ല. കാരണം 13 വയസ്സ് 12 വയസ്സെന്നൊക്കെ പറയുമ്പോൾ വലിയ നാണൊന്നും തോന്നിക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ ഇന്നൊക്കെ അത് ഓർക്കുമ്പോൾ ചോദിക്കുമ്പോൾ, പക്ഷെ എനിക്കത് പറയുന്നതിൽ നാണമില്ല. കാരണം ഇന്ന് എന്നെ ദൈവം ഇത്രമാത്രം മാനിച്ചു. ഞാൻ ജോലി ചെയ്യുന്നതിനെക്കാട്ടും പ്രതീക്ഷ അതിനപ്പുറമായി ദൈവം എന്നെ മാനിക്കുവാനൊക്കെ. അതുകൊണ്ട് ഈ പാട്ട് തന്നെ വൈറലാകുവാനൊക്കെ കൊണ്ട് ഇടയായി. സത് ഞാനത് പറയായിരുന്നു വൈറലാകാൻ. അപ്പൊ എന്നോട് അവർ തന്നെ ചോദിക്കും ഞാൻ എവിടെ കിടന്നതാണ്. സതും അതൊക്കെ ഓർത്താണ് ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഒരു സ്തുതി എന്റെ നാവിന് മേൽ എപ്പോഴും ഇരിക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞുകൊണ്ട് എപ്പോഴും എന്റെ നാട്ടിൽ ഞാൻ പാട്ട് പാടിക്കൊണ്ടും സ്തുതിച്ചുകൊണ്ടിരിക്കും. സോ അവർക്ക് അറിയത്തില്ല
ഈ സന്തോഷത്തെക്കുറിച്ചും ദൈവം ഉയർത്തിയതൊന്നും അവർക്കറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെറുപ്രായത്തിലായിരുന്നു. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ വീണ്ടും ഞാൻ ജോലിക്കായി പല പ്രദേശത്തേക്ക് കടന്നുപോയി. അങ്ങനെ ഒരു 10-18 വയസ്സായപ്പോൾ ഞാൻ അങ്ങനെ നാട് വിട്ടുപോയി. അങ്ങനെ നാട് വിട്ടുപോയി ഒരു കമ്പനി ജോലിക്കായി കടന്നുപോയി. അവിടെ ചെന്ന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാനിടയായി. അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു. അത് അവളെ വിവാഹം കഴിക്കുവാൻ കൊണ്ട് അങ്ങനെ വിവാഹം കഴിച്ചത് ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ ഒരു പൈതലാണ്. അപ്പൊ അവരെല്ലാം കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ ഞാനാണ് ആദ്യമേ കല്യാണം കഴിച്ചത്. സ്തോത്രം. അപ്പൊ അവരൊന്നും കല്യാണം കഴിച്ചില്ലായിരുന്നു. അപ്പൊ ഞാൻ കല്യാണം കഴിച്ചു. അപ്പൊ ഞാനിങ്ങനെ നാടും വിട്ടുപോയി. അങ്ങനെ ഞാൻ കാസർഗോഡ് പ്രദേശത്ത് അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ട് ഞാനും വിളിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയാണ് എന്റെ നാട്ടിൽ നിന്ന് ഒരു സഹോദരൻ അവിടെ ജോലിക്കായിട്ട് കടന്നു വന്ന് എന്നെ കണ്ടു. അപ്പൊ അതിനു മുൻപേ എന്റെ മാതാവ് എന്നെ ചുറ്റി ഒത്തിരി ഭാരപ്പെടുമായിരുന്നു. എന്റെ മോൻ എവിടെ പോയി അവനെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും ആണല്ലോ അവനെ വിളിച്ചുകൊണ്ട്. ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊന്നും ഇല്ല, മൊബൈലൊന്നും ഇല്ല. സ്വന്തം ലാൻഡ് ഫോണാണ് സ്വന്തം. പിന്നെ കത്തുകൾ എഴുതും. ഇപ്പൊ കത്തൊന്നും ഞാൻ എഴുതാറില്ല സ്വന്തം. അങ്ങനെ എവിടാന്നൊന്നും അവനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അയാളെ കണ്ടുകെട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് എന്റെ നാട്ടിൽ നിന്ന് ഒരു സഹോദരൻ എന്റെ ദേശത്ത് അവിടെ ജോലിക്കായി കടന്നു വന്നു. അങ്ങനെ അവൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു, നിന്റെ അമ്മ വിഷമിച്ചിരിക്കുന്നു, നിന്റെ അമ്മ നിന്നെ കാണണം, ഭയങ്കര ഭാരത്തോടെ ഇരിക്കുന്നു, അതുകൊണ്ട് നീ മടങ്ങി വരണമെന്ന് പറയാനിടയായി. സത്യം. ഞാൻ എങ്ങനെ മടങ്ങി വരുന്നത്? കാരണം ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് എങ്ങനെ പോകും? ചേട്ടന്മാരൊക്കെ നിൽക്കുന്നു, അവരെ ഫേസ് ചെയ്യാനൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. സത്യം. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് നീ വന്നു. അങ്ങനെ എന്റെ ചേട്ടനെ ഫോൺ ചെയ്ത് വിളിച്ചു. അങ്ങനെ എന്റെ ചേട്ടൻ കാസർഗോഡ് വന്നു. എന്നോട് പറഞ്ഞ് നീ നാട്ടിൽ വരണം, ആ പെൺകുട്ടിയും കൂടെ വിളിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെറുപ്രായത്തിലായ അങ്ങനെ ഇന്നും ഈ ശരീരം അന്നും ഇങ്ങനെയൊക്കെ തന്നെ ശരീരം. അപ്പൊ വളരെ കുട്ടനാട് പ്രദേശമാണ്, തകഴി പ്രദേശം കുട്ടനാടാണ്. കുട്ടനാട് പ്രദേശമാണ്, ജോലി വളരെ കുറവാണ്. അപ്പോ വലിയവർക്ക് ജോലിയുള്ളത്, അപ്പൊ എന്നെ പോലുള്ളവർക്ക് ജോലി വളരെ കുറവാണ്. അങ്ങനെ ചെയ്യത്തില്ല. കാരണം ശരീരം കണ്ട് അവര് വിലയിരുത്തുമ്പോൾ എനിക്ക് ജോലി കിട്ടാറില്ല. സ്വതം. അങ്ങനെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെ എന്റെ മകൾക്ക് അങ്ങനെ എനിക്കൊരു മകള് ജനിക്കുവാനിടയായി. ആ മകള് ജനിച്ചപ്പോ അന്ന് ജൂലൈ മാസത്തിലാണ് അവളെ ജനിക്കുവാനിടയായി. ഇപ്പോൾ എന്റെ വീട്ടിൽ ജൂൺ ആയില്ല, ജൂൺ ആകുന്നതേ ഉള്ളൂ. എങ്കിലും എന്റെ വീട്ടിൽ ഞാനത് പറയാതിരിക്കാൻ, ഞാൻ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഫാസ്റ്റ് വീട്ടിൽ വന്നാണ് ഞാനിത് ഈ സാക്ഷ്യം പറയാനിടയായത്. കാരണം എന്റെ വീട്ടിൽ ഇപ്പം വെള്ളം കയറിയിരിക്കുകയാണ്, ഇപ്പം വെള്ളപ്പൊക്കമാണ്. സ്വതം. അങ്ങനെ ജൂലൈ മാസത്തിലായിരുന്നു എന്റെ മകളെ പ്രസവിക്കുവാനിടയായത്. അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ വെള്ളപ്പൊക്കമായതുകൊണ്ട് വീട്ടിലെല്ലാം വെള്ളം കയറുവാനിടയായി. അങ്ങനെ കയറിയില്ല, എങ്കിലും ഒരു അരയടി കൂടെ കയറി കഴിഞ്ഞാൽ വെള്ളം മുകളിലേക്ക് വരും. അന്നേരം എന്ത് ചെയ്യുമെന്ന് അമ്മ പറഞ്ഞ് ഭാരപ്പെട്ടു. എന്ത് ചെയ്യൂടാ മകനെ എന്ന് ചോദിക്കും. അപ്പൊ നീ ഒരു കാര്യം ചെയ്ത്, നിന്റെ ഭാര്യ വീട് അടൂരിന്റെ പ്രദേശത്താണ്, അതുകൊണ്ട് നീ അവിടോട്ട് അങ്ങ് പോകും, അവിടെ അങ്ങ് പൊക്കപ്പുറമ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ് അങ്ങനെ പറയാൻ ഇടയായി. അങ്ങനെ ഞാൻ എന്റെ മകളെയും കൊണ്ട്, മകളെ പ്രസവിച്ചിട്ട് 48 അത്രയായുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ അടൂരിന്റെ പ്രദേശത്തേക്ക് കടന്നു വന്നു. അവിടെ ചെന്ന് ഇതേപോലെ അവിടെ ചെന്നപ്പോ മൈക്കാട് പണിയായിട്ട് ജോലി ചെയ്തു. അങ്ങനെ സന്തോഷമായി കടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് രണ്ടാമത്തെ മകൻ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എന്നാൽ ഞാൻ രണ്ടാമത്തെ മകൻ ജനിക്കുവാൻ ഇടയായപ്പോൾ അവന് നടക്കാതായിരുന്നപ്പോൾ അനേക ക്ഷേത്രങ്ങളിലും അനേക ദേവാലയങ്ങളൊക്കെ ഒത്തിരി പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ പറയുന്നവിടൊക്കെയും ഞങ്ങൾ വഴിപാടൊക്കെ ചെയ്ത് അവിടൊക്കെ ഒരു വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാല. ഞാനൊരു ചെണ്ടമേളക്കാരനായിരുന്നു. ഞാൻ നാടൻപാട്ട് പാടുമായിരുന്നു. എന്റെ അളിയന്മാരൊക്കെ ചെണ്ടമേളക്കാരും മറ്റ് വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്നവരാണ്, വചനക്കാരും വായനക്കാരും ഒക്കെയാണ്. അവിടെ ചെന്നാണ് ഞാൻ അവരുടെ ഒരു പെൺകുട്ടിയാണ് ഞാൻ അവരുടെ ഒരു പെങ്ങളെയാണ് ഞാൻ കെട്ടിയത്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഞാൻ ചെണ്ടമേളമൊക്കെ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയാണ് എനിക്ക് മകൻ ജനിച്ചത്. എനിക്ക് മകൻ നടക്കാതെ വന്ന് ഒത്തിരി ഭാരപ്പെട്ടു. സ്വന്തം അനേക നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ക്ഷേത്രങ്ങളിലും ഒത്തിരി സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു വിടുതൽ ലഭിച്ചില്ല. ആശുപത്രികളിലൊക്കെ പോയി. എങ്കിലും അങ്ങനെ നടക്കാതായിരിക്കുന്ന സമയത്താണ് അടൂരിന്റെ പ്രദേശത്ത് തന്നെ ആയിരുന്നു ദേവദാസന്റെ പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഇതുവരെ നടക്കുന്നില്ലല്ലോ, കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ നിങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ യേശു വിടിവിക്കും, നടക്കൂ എന്നൊക്കെ പറയാനിടയായി. കാരണം ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വരത്തില്ല, എന്റെ പ്രിയപ്പെട്ടവളും വരുന്നത്. കാരണം ഞങ്ങൾക്ക് അമ്പലങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്റെ അച്ഛൻ ഒരു മന്ത്രവാദിയാണ്. അപ്പൊ ഞാൻ ഇതിലൊക്കെ വരുന്നത് എനിക്ക് പറ്റത്തില്ല, എനിക്കങ്ങനെ പറ്റില്ല എന്ന് പറയാനിടയായി. സ്വതന്ത്രം. എന്നാൽ അവളും പറഞ്ഞു ഞാൻ വരത്തില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ആംഗളമാരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്
പുറമോട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായി. എങ്കിലും ഇവരെ എപ്പോഴും ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. ഒരു ദിവസം പറയുന്ന ഒന്ന് പോവാക്കുന്ന താഴെ ഒരു വീട്ടിൽ കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നു. അങ്ങനെ കോട്ടേജ് മീറ്റിംഗ് നടക്കുമ്പോൾ എന്റെ മകൻ ഞങ്ങൾ ഈ അടൂർ പ്രദേശത്തെ ഇങ്ങനെ പൊക്കപ്പുറമ്പായ ഒരു 2 തുണ്ടായിട്ടാണ്, ഇങ്ങനെ തട്ടുകെട്ടായിട്ടുണ്ട്. അപ്പം മുകളിലത്തെ ഞങ്ങളുടെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അങ്ങനെ ജ്യേഷ്ഠത്തിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മകനെ മേളിൽ കിടത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ടവള് പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. ഒന്നും അറിയത്തില്ല, പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. ഞാൻ ജോലിക്കായി കടന്നുപോയി. അങ്ങനെ എനിക്ക് താഴെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ ജ്യേഷ്ഠത്തെ ഭയങ്കര വാവിട്ട് കരയുവാനിടയായി. അങ്ങനെ ആൾക്കാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെല്ലാം ഓടി വന്ന് എന്തോ ആപത്താണെന്ന് പറഞ്ഞ് ഓടി വന്നപ്പോ ഒന്നുമില്ല, എന്റെ മകൻ ഭിത്തി പിടിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ടിടയായി കാണുവാനിടയായി. അത് കണ്ടപ്പോഴാണ് സന്തോഷം. പലപ്പോഴും അവനെ പിടിച്ചിങ്ങനെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വിടുമ്പോൾ താഴെ വിടും. അപ്പൊ അവനെ കിടത്തിയിട്ടാണ് ജ്യേഷ്ഠത്തിൽ ഓരോ ജോലി ചെയ്യാൻ വേണ്ടി അവന് ജോലി ചെയ്തുകൊണ്ട് പോയപ്പോഴാണ് അവർക്ക് ജസ്റ്റിന് കൊണ്ട് കയറി വന്ന സമയത്താണ് ഇവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അത് ആ സന്തോഷം കണ്ടാണ് അവര് കരഞ്ഞ് അലറിക്കൊണ്ടെന്ന് കരഞ്ഞ്. അപ്പൊ അത് കണ്ടുകൊണ്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുവാനിടയായി. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവൾ പറഞ്ഞു, ഇനി ഞാൻ അറിഞ്ഞ ദൈവത്തെ ഞാൻ ഇനി ഈ ദൈവത്തെ അല്ലാതെ ഞാൻ ഇനി വേറൊരു ദൈവത്തെ ആരാധിക്കത്തില്ല, ഈ ദൈവത്തിന്റെ പാതയിൽ അങ്ങ് പോകുവാന്ന് പറയാൻ. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, നീ പോയിക്കോ, ഞാൻ വരത്തില്ല, എനിക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ചെണ്ടമേളത്തിന് പോകണം, പാട്ടിന് പോകണം, നടൻപാട്ടിന് പോകണം, ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് ഞാൻ എല്ലാം പിന്മാറിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, ഞാൻ വരുന്ന. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവളോട് ഞാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പോയി. എന്റെ പ്രിയപ്പെട്ടവൾ സ്നാനപ്പെട്ടു. ഞാൻ അറിയാതെ സ്നാനപ്പെട്ടു. ഇന്ന് ഓരോ സ്ഥലത്ത് സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ അവിടെ പോയി വേറെ എവിടെങ്കിലും വിരുന്ന് പോകണമെങ്കിൽ ഞാൻ പോകത്തില്ല. കാരണം ആ സ്നാനം കാണാൻ വേണ്ടി ഞാൻ പോകും. എന്താണെന്ന് വെച്ചാൽ വേറെ അല്ല, വചനം പറയുന്ന ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. അപ്പൊ ആ സ്വർഗം സന്തോഷിക്കുന്ന ആ വേദിയിൽ നമുക്ക് പോകേണ്ടത് ആവശ്യം. ഞാൻ അങ്ങനെ ഇപ്പൊ എവിടെ എന്താ പറയാ സ്നാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സഹോദരന്മാരുടെയൊക്കെ മക്കളൊക്കെ സ്നാനപ്പെടുമ്പോൾ നമ്മൾ മുൻപന്തിയിൽ അവിടെ കാണും, അവിടെ പോകും. അപ്പൊ അന്ന് എന്റെ പ്രിയപ്പെട്ടവള് സ്നാനപ്പെട്ടത് ഞാൻ അറിയാതെ പാത്താ പോയത്. സ്നാനപ്പെട്ടിട്ട് വന്നിട്ട് പിന്നെയുള്ള മാറ്റങ്ങളൊക്കെയാണ്. പക്ഷെ ഞാൻ എന്നാലും എനിക്കറിയത്തില്ല. കാരണം എനിക്ക് മനസ്സിലായി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ളത് പിന്നീട് എപ്പോഴൊക്കെയാണ് മനസ്സിലാകുന്നത്. കാരണം വചനം പഠിച്ചൊരു കാര്യത്തിൽ വചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയാം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇപ്പൊ വചനം പഠിച്ചപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നത്. സ്വതം നമ്മള് ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വരുന്നത്. അങ്ങനെ അവള് സ്നാനപ്പെട്ടു. പിന്നെ ജീവിതം മുന്നോട്ട് അങ്ങനെ ഞങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് എപ്പോഴും പറയും, കർത്താവിനെ അറിയാം, കർത്താവിന് നമ്മുടെ മകൻ നടന്നില്ലേ, അതെല്ലാം നമുക്ക് വലുതെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്ക് പുതിയൊരു ദൈവത്തെ വേണ്ട എന്നൊക്കെ ഞാനിങ്ങനെ പറയാറ്. അങ്ങനെ അവള് പറഞ്ഞ് വന്നില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നേരം എപ്പോഴും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ഒരു ആഗ്രഹം കൂടെ പറയണമല്ലോ. ഞാൻ ഇപ്പം സാധാരണ മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. എന്റെ മകൻ നടന്നെന്നറിയുമ്പോൾ ഞാനും പറയുടെ വിശ്വാസത്തിൽ കടന്നു. പക്ഷെ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, ഞാൻ വിശ്വാസത്തിൽ കടന്നു വരാം. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണെന്നറിയാമോ, എനിക്ക് മേശിരിപ്പണി പഠിക്കണം. അങ്ങനെ ഒരു ചിന്തയായിരുന്നു, മേശിരിപ്പണി പഠിക്കണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വർഷങ്ങളായിട്ട് മേശിരിയായിട്ട് മൈക്കാട് ചെയ്യുന്ന, ഞാനിത് പറയാം, ഇത് കൂടെ പറയാം. 2 കാര്യമുണ്ട് അതിനകത്ത്. ഈ മേശിരിപ്പണിയിലൂടെ ദൈവം എന്നെ ഉയർത്തിയ കാര്യം കൂടെ പറയാൻ വേണ്ടി ഞാൻ ഇത്തരം കാര്യം പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു മേശിരിയാകണം. അപ്പം ആ പ്രിയപ്പെട്ടവള് ആ ദേവദാസിയുടെ ഭാര്യ പറഞ്ഞു, സഹോദര ഞങ്ങളോട് വാ, മേശിരിയാക്കും എന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ വരാന്ന് പറഞ്ഞു. കാരണം ഞാൻ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേറെ ഒന്നുമല്ല. ഞാൻ വർഷങ്ങളായിട്ട് മൈക്കാട് പണി ചെയ്യുക. മൈക്കാട് പണി ചെയ്തിട്ട് എനിക്ക് മേശിരിയാകാൻ പറ്റും. ഞാൻ മേശിരി പണി ചെയ്യും, പക്ഷെ എനിക്ക് എന്നെ മേശിരിയായിട്ട് നിർത്താൻ ആരും തുനിയത്തില്ല. അറിയത്തില്ല. എന്നാൽ എനിക്ക് വിഷമമായെന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കോൺട്രാക്ടിന്റെ ഒരു അനന്തരവൻ അവിടെ വന്നപ്പോ ആ അനന്തരവനെ പിടിച്ച് മേശിരിയാക്കി. എന്നെ എന്നിട്ടും മേശിരിയാക്കിയില്ല. പുള്ളിക്ക് കറണ്ടി പോലും പിടിക്കാൻ അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒത്തിരി ഭാരമാണ്. ഞാൻ പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാനൊരു മേശിരിയാകണം, വരാന്ന് പറഞ്ഞു. അങ്ങനെ അധിവാസി പറഞ്ഞു, എന്നാ വാ, എന്റെ കർത്താവ് മേശിരിയാക്കും എന്ന് പറയാനിടയിൽ ഞാൻ അങ്ങനെ ശരി വരാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ സഭയിൽ കടന്നുപോയി. അങ്ങനെ 2-3 ആഴ്ച കടന്നുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞ്, എന്റെ ഒരു സുഹൃത്തുണ്ട്, ആ പാസ്റ്ററെ ഒരു സുഹൃത്തുണ്ട്, കല്ലൂരിലുള്ള ഒരു ദിവാസൻ. ആ ദിവാസൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് പഠിക്കുകയെല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പണിക്ക് പോയി. അദ്ദേഹം കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിനോട് പണിക്ക് ഒരു കുറച്ച് നാള് മൈക്കാട് പണി ചെയ്തല്ലോ. എന്നെ പറഞ്ഞു, ഇനി താൻ മൈക്കാട് പണി ചെയ്യേണ്ട, മേശിരി ആയിക്കോളം പറയട്ടെ.
അങ്ങനെ എന്നെ അങ്ങനെ മേശിരിയാക്കി. ഞാൻ അങ്ങനെ മേശിരി ഞാൻ പറയാവുന്ന കാര്യം, ഇന്ന് ഞാൻ ഓരോ ഡിസൈൻ പണി ചെയ്ത്, ഇപ്പം ഡിസൈൻ പണി ചെയ്യാറില്ല, ഓരോ ഡിസൈൻ പണി ഞാൻ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ കിണറിന് പൂക്കോട്ടം പണിയുക, കിണർ ഉരുളി പണിയുക, തബല പണിയുക, എന്ത് പണിയുന്നു കിണറിനകത്ത്, കിണറിനല്ല സിമെന്റ് കൊണ്ട് എന്ത് പണിയുന്ന ഒരു മനുഷ്യനെ പണിയെന്ന് വെച്ചാലും ഞാനത് പണിയും. കാരണം ഞാൻ ചെറുതേ ആഗ്രഹിച്ചുള്ളൂ, പക്ഷെ ദൈവം എന്നെ ഇത്ര വലുതാക്കി. കാരണം എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാ. ഇപ്പൊ ഞാൻ മേശിരിപ്പണി ചെയ്യാറില്ല, ഇപ്പൊ എന്റെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വതന്ത്രം. അങ്ങനെ അത്ഭുതകരമായിട്ട് ഇന്ന് തകഴിയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നാൽ ഒരു ഡിസൈൻ പണി ചോദിക്കണമെങ്കിൽ, തകഴിയുടെ പ്രദേശത്ത് കടന്നു വന്നാൽ ഡിസൈൻ പണി ചോദിക്കണമെങ്കിൽ ആദ്യമേ എന്നോട് ചോദിക്കാതെ ആരെങ്കിലും ചോദിക്കുക, ഇവിടെ ഡിസൈൻ പണി ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ എന്റെ പേരെ പറയത്തുള്ളൂ, അല്ലാതെ വേറെ ആരുടെ പേര് പറയത്തില്ല. അതിന് ഞാനാണ് മറ്റുള്ളവരെ ഇന്ന ആള് ചെയ്തു തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ ആശയം അതെല്ലാം എന്റെ കർത്താവ്. ഞാൻ ചെറിയ കാര്യം ആഗ്രഹിച്ചു, ദൈവം വലിയ കാര്യം ചെയ്തു. ആ ദൈവത്തെ, നമ്മൾ ചെറിയ കാര്യം ചെയ്യുന്ന ദൈവത്തെ അല്ല, വലിയ കാര്യം ചെയ്യുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതെന്റെ സത്യജീവിതത്തിൽ അത് ഇപ്പൊ അനുഭവിക്കാൻ തക്ക ഇവിടെയായി സ്വന്തം. അതെന്റെ പലവരും പറയുന്നുണ്ട്, ഇത്ര വലിയ മേശരിയായിട്ടാണ് പണി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ആ പണി ചെയ്യാൻ, പിന്നെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കും എന്താ ഈ പണി ചെയ്യാൻ. ഞാൻ പറഞ്ഞു ആ പണി ചെയ്യാൻ വേറെ ആൾക്കാരെ കിട്ടും, കർത്താവിന്റെ വേല ചെയ്യാൻ ആളില്ല സ്വന്തം. അതുകൊണ്ട് കൊയ്ത്തനേകമുണ്ട്, വേലക്കാരെ ചുരുക്കമെന്ന സ്വന്തം. എനിക്ക് വേലക്കാരെ ചുരുക്കുമെന്ന്. അപ്പോൾ കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവിന്റെ വേല ചെയ്യാൻ ആൾക്കാരില്ല. എന്റെ പണി ചെയ്യാൻ, മേശരി പണി ചെയ്യാൻ ബംഗാളികൾ പിള്ളേരുണ്ട്. കർത്താവിന്റെ വേലയ്ക്കായി ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ട് അങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഞാൻ 6 മാസമായിട്ട് ഞാനിപ്പോ കർത്താവിന്റെ വേലയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ജോലിയൊക്കെ അങ്ങ് വിട്ടു. ജോലിയൊക്കെ വിട്ട് ഇന്ന് ശ്രേഷ്ഠമായി ദൈവം എന്നെ നടത്തുന്നു. അതുകൊണ്ട് സ്വന്തം. അവിടെ ഇപ്പൊ ഞാൻ പാടുന്ന ഒരു പാട്ടുണ്ട്, എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി. 4 പേര് ഞാൻ പാടാം സ്വന്തം. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാൽ മതി. പരൻ ശില്പിയായി പണിതാമതി, പരൻ ശില്പിയായി പണിതാമതി. പരനോട് കൂടാണ് പോയാൽ മതി, പരനോട് കൂടാണ് പോയാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇവിടെ ഞാൻ കേൾക്കുമ്പോൾ പരദേശിച്ചു, ഇവിടുത്തെ പാർപ്പിടമോ അടിയോളം, ഇവിടനിക്കാരും തൂണാണിടും, ഇവിടനിക്കാരും തൂണാണിടും. ഇണയാകുമേശോട് പെരുമാറുമതി, ഇണയാകുമേശോട് പെരുമാറുമതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാൽ മതി. പ്രിയനെനിക്ക് നീവേടും ദിനമോ കഴിക്കും, ഉയർത്തിടാം സുവിശേഷ കൊടിയും പ്രിയനെനിക്ക് നീവേടും ദിനമോ കഴിക്കും, ഉയർത്തിടാം സുവിശേഷ കൊടിയും കിഴക്കമില്ലാത്ത നാട്ടിൽ, കിഴക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാൽ പ്രിയനെനിക്ക് നീവേടും ദിനമോ കഴിക്കും, ഉയർത്തിടാം സുവിശേഷ കൊടിയും കിഴക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ, കിഴക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ
ആഗ്രഹം കർത്താവിന്റെ വന്നാൽ മതി, കർത്താവിന്റെ അടുത്ത് പോയാൽ മതി എന്നുള്ള. കർത്താവ് എന്നെ കൊണ്ടെടുക്കുന്ന ശുശ്രൂഷ അത് ചെയ്യണം, അതിനുവേണ്ടി ഈ നാളുകൾ ഒരുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തിലേക്ക് അങ്ങനെ കടന്നു വരുവാനിടയായി. അങ്ങനെ മകൻ ഞാൻ അങ്ങനെ പോയി, അങ്ങനെ ദൈവമായി എന്നുള്ള ബന്ധം സ്ഥാപിച്ചു വന്നപ്പോ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇനി എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, അങ്ങനെ കുടുംബമായി ഞങ്ങൾ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. പക്ഷെ അതൊക്കെ സ്വന്തം എന്നെ ഒന്ന് പണിയാനായിരുന്നു. അതുകൊണ്ട് അപ്പിയോ പറഞ്ഞ്, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഇനി കഷ്ടത ഉണ്ടെന്ന് വെച്ചാൽ കഷ്ടതയുണ്ട്, ക്രിസ്ത്യ ജീവിതം കഷ്ടത. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1:12 വായിക്കുന്നു, അവൻ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കുന്ന സ്വന്തം. അപ്പം ശോധനയുണ്ട് എന്തിനറിയാം, അതിലേക്ക് നിർത്താൻ വേണ്ടിയ എന്നെ ഒത്തിരി കഷ്ടതയിലൂടെയാണ് ദൈവം എന്നെ പണിതെടുത്തിരുന്നത്. ഇന്നോളം ദൈവം നിർത്തിയിരിക്കുന്നു ഇത്രത്തോളം ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അതെല്ലാം നിന്നത് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാ. ആ ദൈവം ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, ഇനി നമ്മൾ ഇങ്ങനെ നിന്നാൽ പറ്റത്തില്ല. നമ്മുടെ ഒരു കൂട്ടം സമൂഹം സ്വതം നമുക്ക് ചുറ്റുമുണ്ട് സ്വതന്ത്രം. എന്താണെന്നറിയാം, അവരൊക്കെ ഒന്നും ദൈവം അറിയാതെ ഇരിക്കുന്ന ഒരു കൂട്ടം സമൂഹമുണ്ട് സ്വതം. ഒരു നാളിൽ ഞാനും അങ്ങനെയല്ലായിരുന്നു, ദൈവത്തെ അറിയാതെ നിന്ന് അങ്ങനെ നമ്മളും ഈ ദൈവത്തെ അറിഞ്ഞ ആ ഒരു ദൈവദാസി മുഖാന്തരമല്ല നമ്മളെ ദൈവത്തെ അറിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുഖാന്തരം അനേകം രക്ഷയുടെ മാർഗത്ത് കടന്നതുകൊണ്ട് നമുക്ക് സ്വന്തം നാട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. എന്നാൽ ആ അടൂരിലെ പ്രദേശത്ത് ഒത്തിരി കഷ്ടത, ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചു. കാരണം അങ്ങനെ പെട്ടെന്നായിരുന്നപ്പോൾ എന്റെ മകന് ഈ ദൈവത്തോട് ഞാൻ അടുക്കുന്ന സമയത്തൊക്കെ എന്റെ മകന് ചെന്നിയുടെ അസുഖം ഉണ്ടാകും. ചെന്നിയുടെ അസുഖം, അങ്ങനെ കൂട്ടിന്റെ അസുഖം, അങ്ങനെ ആശുപത്രി പോവുക, മാസം പോവുക, തുച്ഛമായ പൈസ എനിക്ക് കിട്ടുന്ന ആശുപത്രി പോവുക, അങ്ങനെ ഒത്തിരി പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ഒന്നും ദൈവം ദൈവത്തെ തള്ളിപ്പറയാനോ ദൈവത്തെ നിന്ദിക്കാനോ ദൈവനാമം വിട്ടു പോകുവാനോ ഒന്നും ദൈവം ഇടവരുത്തിയില്ല. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നിന്നൊരു സമയത്താണ് പെട്ടെന്ന് എനിക്ക് കാലിനൊരു വേദന ഉണ്ടായി. സ്തോത്രം. ഞാന് പെട്ടെന്നായിരുന്നപ്പം ആൾക്കാരെല്ലാം പല കാര്യങ്ങൾ പറഞ്ഞ്, പെട്ടെന്ന് കാലിന് വേദന എന്താണ്, ഒരു അനക്കാൻ പോലും മേലാതെ ഒരവസ്ഥ. ഞാൻ വാടക വീട്ടിലായിരുന്നു താമസിച്ചത്. ഒത്തിരി ഇടങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ വാടക എടുക്കാനൊന്നുമില്ല, ഒത്തിരി ഭാരപ്പെട്ടു. എന്നാൽ ആ സമയത്തൊക്കെ 3 മാസം ഞാൻ ജോലിക്ക് പോയേ ഇല്ല. എന്നാൽ ആ സമയത്തൊക്കെ ശ്രേഷ്ഠമായി എന്റെ ദൈവം നടത്തി. അതിനും പറയുന്നു, ബാലസിംഹങ്ങൾ ഇരവിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്ന്. അതുകൊണ്ട് ആ ശ്രേഷ്ഠമായാണ് ഞാൻ ജോലിക്ക് പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ദൈവം എന്നെ ഇവിടെ കരുവാന്നൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ നാട്ടിൽ പോകാന്ന് പറഞ്ഞ നാട്ടിലോട്ട് കടന്നു വന്നു. എന്നാൽ അവിടെ വെച്ച് വീണ്ടും ഞാൻ ദൈവമായിട്ടുള്ള നല്ല എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അറ്റു കൊടുക്കാൻ പോവുക. എന്റെ പറയുന്നതൊക്കെ എന്റെ ഒരു കൂട്ടുകാരുണ്ടത്, ബംഗാളി പയ്യൻ. ഞാൻ അവനുമായിട്ട് ട്രാക്ടർ എടുക്കാൻ പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വലുതായിട്ട് അറിയത്തില്ല. എന്നെക്കാട്ടൊക്കെ ശ്രേഷ്ഠമായി വേല ചെയ്യുന്ന ദേവാസന്മാരുണ്ട്. സ്വതന്ത്രം. ഞാൻ ചെറിയൊരാളാണ്. സ്വതന്ത്രം. അപ്പൊ ഞാനും ആ സഹോദരൻ വിശ്വാസമായിരുന്നു. അപ്പൊ ആ സഹോദരനോട് ഞാൻ എപ്പോഴും പറയായിരുന്നു, ആ സഹോദരൻ മുസ്ലിം സഹോദരനാണ്, ബംഗാളി ദേശത്ത് നാട്ടിൽ വന്ന് വിശ്വാസത്തിലായിട്ട് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയും. അപ്പം അവരോട് പറയാൻ എളുപ്പമാണ്. കാരണം ഞാൻ അബ്രഹാമിന്റെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊക്കെ അറിയാം. കാരണം അവരുമായിട്ടൊക്കെ ഇച്ചിരി താരതമ്യമുള്ളതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഞാൻ ഇവരോട് പറയുമ്പോൾ എന്നോട് മറ്റുള്ള സഹോദരന്മാരൊക്കെ എന്തിനാ അവരോട് പറയുന്നത്, ഞാൻ എന്നിട്ട് അവരെയൊക്കെ വിളിച്ചോണ്ട് പോകും. ഞാൻ ഞങ്ങളുടെ സഭയിലോട്ട് വിളിച്ചോണ്ട് പോകുമ്പോൾ അവരൊക്കെ ഓരോരുത്തർ ചോദിച്ചു, എന്തിനാ വിളിച്ചോണ്ട്? ഞാൻ പറഞ്ഞു, ഇന്നത്തേക്കല്ല, എന്നെങ്കിലും അവരൊരു ഭാരം വരുമ്പോൾ അവര് പറയും, യേശുവിനെ അറിഞ്ഞില്ലേലും കാർത്തികൻ സേവിക്കുന്ന ദൈവം എന്നെങ്കിലും അവർക്ക് പറയല്ലോ. അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചത്. അവരെല്ലാം ഞാൻ പറഞ്ഞു. ഞാനപ്പം അവരോട് ഒരു ബംഗാൾ ഭാഷ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. തുമിക്ക് യേശു ബലുഭാഷ എന്ന് പറയാം. ക്യമാണ സുഖമാണോ എന്നൊക്കെ ചോദിക്കാറ്. ക്യമാണാച്ചോ ബലുഭാഷ എന്നെങ്കിലും പറഞ്ഞു. ഞാൻ അവരോട് പറയും, യേശു തുമിക്ക ബലുഭാഷ എന്ന് പറഞ്ഞു. ഞാൻ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ചെറിയ ഷോർട്ട് കട്ടൊക്കെ ഞാൻ അവർക്ക് പറയാം. അങ്ങനെ ഞാനും ആ സഹോദരനോട് പോകുമ്പോൾ, സഹോദരനോട് വണ്ടി കയറുമ്പോൾ ഞാൻ പറയും, സഹോദരൻ ഞാൻ നിനക്ക് ആദ്യം ട്രാക്ട് തരും. ഞാൻ നിനക്ക് ട്രാക്ട് തരുമ്പോൾ നീ വാങ്ങിച്ചോണം. ഫസ്റ്റിലെ ആരും വാങ്ങിച്ചില്ലെങ്കിൽ വേറെ ആരും വാങ്ങിക്കത്തില്ല. അതൊരു ട്രിക്കാണ്. കാരണം ആദ്യം ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവർ ചോദിച്ച് വാങ്ങിക്കും. അപ്പൊ ഞാൻ പറയും, ഞാനിത് തരും. അവൻ പറയും, എനിക്ക് വായിക്കാറില്ല. ഞാൻ പറയും, നീ വായിക്കണ്ട, ഇത് വായിച്ചോണെന്ന് പറയും. അങ്ങനെയൊക്കെ ദൈവം ഞാനും ആ സഹോദരൻ കൂടെ ഒക്കെ ദൈവം. ആ സഹോദരൻ പിന്നെ ഇവിടുന്ന് സ്നാനപ്പെട്ടാണ് സ്വന്തം ദേശത്തേക്ക് കടന്നു പോകാനൊക്കെ ഇടയായി. സ്വതം അതെല്ലാം ദൈവം. ഞാൻ മാത്രമല്ല, അനേകരോട് സുവിശേഷം പറയും. കോൺടാക്ടറും സുവിശേഷം പറയുന്നു. കോൺടാക്ടർ അങ്ങനെ പ്രാർത്ഥനയായി കൊടുക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഞാൻ പറഞ്ഞ് നമുക്ക് നാട്ടിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ എന്റെ സ്വന്തം ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. അങ്ങനെ തകഴിയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നു.
തകഴിയുടെ പ്രദേശത്തെ കടന്നു വന്നപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു, സ്വതം പുതിയൊരു ദൈവമാണോ സ്വതം എന്നൊക്കെ ചോദിക്കാൻ ഇടയായി. ദൈവം ഇല്ലാഞ്ഞിട്ടാണോ ഇതൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ആ ദൈവമല്ല ഈ ദൈവം, ഇത് സകലത്തെ ഉളവാക്കിയ ദൈവമാണ് സ്വതം. ഈ ദൈവത്തെ കിട്ടണമെങ്കിൽ സ്വതം ഇത് പൈസ കൊടുക്കേണ്ട, എന്റെ ഹൃദയം കൊടുത്താൽ മതി. നമുക്കതറിയാം, വെറുമായിട്ട് സിമ്പിൾ ആക്കണം. പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിന് അത്ഭുത പ്രകാശങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാണ്. അതുകൊണ്ട് ഇന്ന് ആളുകളൊക്കെ ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു സ്വതം. ഒരു നാളിൽ അന്ധകാരത്തെ കണ്ടു. വേറൊരു പൗലോസ് പറയുന്നത് വചനം പറയാതിരിക്കാനും പറ്റത്തില്ല സ്വതം. ആമേൻ സ്വതം. പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസിന്റെ ലേഖനം 1-18 വർത്തവും മൃദുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്ത വെള്ളി പൊന്നു മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കണ്ട് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ്. ഞാനവിടെ പറയാറുണ്ട്, അതെ, വ്യർത്ഥമായിരുന്നു. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയില്ലായിരുന്നു സ്വതം. അതുകൊണ്ട് വൃത്തവും പാരമ്പര്യം പറയുകയാണെങ്കിൽ ഒരു പാരമ്പര്യം പറയാനില്ലായിരുന്നു. അവിടെ പത്രോസ് ഉപദേശി പറയാണ്, വൃത്തവും മൃദുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്ത വെള്ളി പൊന്നു മുതലായി അടിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാ സ്വതം. ആ വിലയേറിയ രക്തം കൊണ്ടാണ് എന്നെയും ദൈവം വീണ്ടെടുക്കുവാനിടെ. അങ്ങനെ ഞങ്ങൾ ഒരു നാട്ടിൽ പോയി, അങ്ങനെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടൂർ തകഴിയുടെ പ്രദേശത്ത് വന്ന ക്രൈസ്റ്റ് ഫോളോവേഴ്സ് ചർച്ചിലെ അംഗമായി അങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. ആത്മീയ ജീവിതമൊക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഒരു മാസത്തെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, തലമുറകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവമായി നല്ല ബന്ധം സ്ഥാപിച്ചു ദൈവത്തിന് വേണ്ടി. അപ്പം എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒത്തിരി പ്രാർത്ഥന കൂട്ടത്തിലൊക്കെ ഒത്തിരി പ്രാർത്ഥന ആലോചനകളൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവള്, ഞാൻ ഇവിടെ വന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവള് പ്രഭാതത്തിൽ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആഹാരം കൊണ്ടുപോകും, ജോലിക്കായി ആഹാരം കൊണ്ടുപോകാൻ. അപ്പം ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി, പാചകം ചെയ്യാൻ വേണ്ടി പ്രഭാതത്തിൽ എണ്ണിച്ചപ്പോൾ ഒരു ചെറിയൊരു പുറത്തൊരു വേദന വന്നെന്ന് പറയാനിടയെ. അങ്ങനെ വന്ന് ഞാൻ തിരുമ്മി കൊടുത്തു. തിരുമ്മിയിട്ട് പറഞ്ഞ കുഴപ്പമില്ല, വായുവിന്റെ അസുഖം എന്ന് പറയാനിടയെ. അങ്ങനെ പിന്നെയും വേദന ഇങ്ങനെ കൂടി വന്നു. അങ്ങനെ പറഞ്ഞ് സഹിക്കാൻ മേല, അതുകൊണ്ട് ഭയങ്കര വേദന, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ ഒരു 1 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് പെട്ടെന്ന് പറഞ്ഞ് തീരെ മേലാതായി പറഞ്ഞ പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ പ്രാർത്ഥിച്ചു. അങ്ങനെ വേറൊരു അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. അവിടെ കടന്നു ചെന്ന് ആ ഡോക്ടർ പറഞ്ഞു ഒരു ECG എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പുറത്തൊരു ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ സിറ്റുവേഷൻ ഭയങ്കര ഇതായി മാറി. അങ്ങനെ പറഞ്ഞു വണ്ടാനത്തേക്ക് കൊണ്ടുപോയി. വണ്ടാനത്തേക്ക് പോകുന്ന വഴി എന്റെ പ്രിയപ്പെട്ട ഒരു ലോകത്തിന്റെ വരപ്പിൽ 2015 മാറ്റപ്പെടുവാനിടയിൽ. പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ഒത്തിരി ഭാരമായിരുന്നു. അതുകൊണ്ട് ഞാൻ ടെൻഷനായിരുന്നു, BP ഒക്കെ കൂടി. അങ്ങനെ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു. ഒരു 4-5 മാസം 3 മാസത്തോളം നല്ലൊരു ഉറക്കം ലഭിച്ചില്ല. മാനസരോഗിയുടെ ഒരു അവസ്ഥയായിരുന്നു. ഗുളിയൊക്കെ കഴിച്ചു. എന്നാൽ എല്ലാവരും പറഞ്ഞു ഇതുകൊണ്ട് എല്ലാവരും എന്നെ നോക്കുമ്പോൾ എനിക്കറിയാം, എന്നെ ഓരോരുത്തർ രൂക്ഷമായി നോക്കുമ്പോൾ എനിക്കറിയാം മാനസരോഗിയുടെ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ചോദിക്കുമായിരുന്നു, എന്റെ കൂട്ടുകാരന്മാരോട് ചോദിക്കുമായിരുന്നു, എന്റെ പ്രിയപ്പെട്ടോടും അപ്പോൾ മരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു എങ്കിൽ സ്വതന്ത്രം. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഓഗസ്റ്റ് ആയതുകൊണ്ട്, ഓഗസ്റ്റ് 15 മരിച്ചത്. ആ ഒരു സമയത്തൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓണം. അപ്പൊ ഞാൻ പറഞ്ഞു അടൂരിന്റെ പ്രദേശത്തേക്ക് കടന്നു. അവിടെ ഒത്തിരി ദൈവദാസന്മാരുണ്ട്, സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേരുണ്ട്, അവരുമായിട്ടും പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ പോകും. അപ്പൊ എന്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു എന്തിനങ്ങനെ പോണേ, ഇനി വരുന്നൊക്കെ ഓണമൊക്കെ അല്ല, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും അതിനകത്തൊന്നും ഞാൻ പറഞ്ഞു ഞാൻ അടൂരിന്റെ പ്രദേശത്ത് പോവാ, അവിടെ പോയി പ്രാർത്ഥന കൂടി. എന്നാൽ ആ സമയത്തൊക്കെ ഉറങ്ങാതിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനം എനിക്ക് തന്നൊരു വചനമുണ്ട്. 4-ാം സങ്കീർത്തനം അതിന്റെ അവസാന ഭാഗം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുന്നു എന്നുള്ള വാക്യമുണ്ട്. ആ വാക്യമാണ് എന്നെ ഉറക്കുണ്ടാക്കുവാൻ, ആ ദൈവത്തിന്റെ വചനമാണ് എന്നെ ഉറക്കുണ്ടാക്കുവാൻ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളൊക്കെ അങ്ങനെ ദൈവവുമായി നല്ല ബന്ധം സ്ഥാപിച്ച ആൾക്കാർ വിചാരിച്ചു അങ്ങനെ ഇതുകൊണ്ട് ഇവൻ തീർന്നെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അവൻ 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുന്നത്, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക, നീയും സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക, ക്രിസ്തുയേശുവിന്റെ നല്ല വടനായി നീയും എന്നോടും കൂടെ കഷ്ടം സഹിക്കുക എന്ന് കർത്താവിന്റെ വചനമുണ്ട്. ഞാൻ അത് പലപ്പോഴും ഈ നാളുകളിൽ പറയാറുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും
നാം ലജ്ജിച്ചു വരും, നമ്മളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. അങ്ങനെ ഇരിക്കുകയാണ് സത്യം. ഞാൻ കർത്താവിന് വേണ്ടി വേലയ്ക്കായി സത്യം ഈ നാളുകളിൽ ഒരുങ്ങിക്കൊണ്ടിരുന്നു. ഞാനപ്പോ എന്റെ ചിന്തയിലെല്ലാം ദൈവത്തിന് വേണ്ടി ഓടണം, ദൈവത്തിന് വേണ്ടി ഓടണം, ദൈവത്തിന് വേണ്ടി ഓടണം. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്റെ ഭൗതിക ജോലി ചെയ്തിട്ടൊന്നും ഒരു നന്മ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒരു ഭൗതിക ജോലി ചെയ്തിട്ട് ഒന്നും ഞാൻ നേടിയിട്ടില്ല. സ്വന്തം എന്റെ വീടും എല്ലാം ശൂന്യമാണ്. എന്നാലും പറഞ്ഞ ഒരു ഇങ്ങേയറ്റ ഒരു പാത്രം പോലും നല്ലത് മേടിച്ചു. ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇന്ന് ഞാൻ എനിക്കൊരു മൊബൈൽ പോലും ഇല്ലായിരുന്നു സത്യം. എന്നാൽ ഞാൻ കർത്താവിന്റെ ഒരു പാട്ട് പാടിയപ്പോഴാണ് വൈറലായത്, ലോകം മൊത്തം അറിയാന്നില്ല. അങ്ങനെയാണ് ഒരു ദേവദാസൻ എനിക്കൊരു മൊബൈൽ മേടിച്ചു തന്നു. അല്ലെങ്കിൽ ഒരു മൊബൈൽ മേടിച്ചു. ആ മൊബൈലിലാണ് ഞാൻ സൂം മീറ്റിംഗ് ചെയ്യുന്നത്. ആവശ്യം ഞാൻ പറഞ്ഞ കർത്താവ് പറഞ്ഞ സ്വന്തം, എന്നെ ഉയർത്തുന്നവനെ ഞാൻ ഉയർത്തും, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും സ്വന്തം. അതുകൊണ്ട് സ്വന്തം കഷ്ടമുണ്ട്. പാട്ടുകാരൻ പറഞ്ഞത്, ഭരിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു വാക്കുകൾ കേട്ടു ഞാൻ, നേരോടെ ജീവിച്ചു വാക്കുകൾ കേട്ടു ഞാൻ, സ്വർഗവേഗം അന്നു സ്വർഗവേഗം പോരാട്ടമാകിലും പോരാട്ടമാകിലും നേരോടെ ജീവിച്ചു വാക്കുകൾ കേട്ടു ഞാൻ, നേരോടെ ജീവിച്ചു വാക്കുകൾ കേട്ടു ഞാൻ, സ്വർഗവേഗം ഹല്ലേലൂയ അന്നു ഞാൻ, സ്വർഗവേഗം ഹല്ലേലൂയ പാട്ടോടെ യാത്രയ്ക്കായി കൂട്ടിൽ ഞാൻ കേറി, പാട്ടോടെ യാത്രയ്ക്കായി ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും, ഓട്ടമില്ലാതുള്ള വീട്ടിൽ ഞാൻ എത്തിയിടും, ഞാൻ സ്വർഗവേഗം ഹല്ലേലൂയ അന്നു ഞാൻ, സ്വർഗവേഗം ഹല്ലേലൂയ അന്നു സ്വർഗവേഗം ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളം ദൈവം എന്നെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്കായി നാളുകളിൽ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. അതിനായി സ്തോത്രം. പുതിയ പുതിയ പാട്ടുകളൊക്കെ വലുതായിട്ട് എഴുതിയിട്ടില്ല, ചെറുതായിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്കിലും ഈ നാളുകളിൽ ഈ ജൂൺ മുതൽ ഞാൻ ബൈബിൾ ക്ലാസ് പഠിക്കുവാനായി കടന്നു പോകുന്നു. ഇവിടെയൊക്കെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. കർത്താവിന് ഇത്രത്തോളം ഇവിടെ നിർത്തിയിരിക്കുന്നു. അവൻ വാക്യം പറഞ്ഞത്, ഞാൻ എപ്പോഴും ഒരു വാക്യം ഒരു വചനം പറയാറുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ടു. ചിന്തകളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ദൈവമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നിർത്തിയിരിക്കുന്നത്. സുഞ്ഞപ്പറയിലെ എല്ലാവരും ചോദിക്കും, കാരണം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് വന്നുകൊണ്ട്, ഹിന്ദു പശ്ചാത്തലത്തിൽ വന്നുകൊണ്ട് ഒത്തിരി പേര് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കും. അവിടെ എല്ലാം മറുപടി പറയുന്നതും നിർത്തിയിരിക്കുന്നു ദൈവത്തിന്റെ വചനത്തിലാണ്. സർ, ഈ അടുത്ത സമയത്ത് എന്റെ സഹോദരൻ ചോദിച്ചു, ഒത്തിരി പേര് ചോദിച്ചു, നീ എന്നാണ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത് സ്വതം? ഇതിനു മുൻപേ നീ ആരായിരുന്നു? നീ എന്നാണ് നീ വിശ്വാസത്തിലേക്ക് കടന്നത്? ഈ ചോദ്യമൊക്കെ ഹിന്ദുക്കൾ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ കടന്നു വന്നവരോട് ചോദിക്കും. എല്ലാവരോടും ചോദിക്കാറുണ്ട്. ചോദിക്കുക സ്വതം എന്നല്ല, ഞങ്ങളോടാകുമ്പോൾ ഒന്നുകൂടെ ചോദിക്കും സ്വതം. എന്നാൽ വചനം പറയുന്നത് എന്താണെന്നറിയാം? എഫ് എസ് ലേഖനം പറയുന്നുണ്ട് സ്വതം, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാകേണ്ടത് ലോകസ്ഥാപനത്തിന് മുൻപ് നമ്മെ അവനെ തിരഞ്ഞെടുക്കുകയും തിരുവിധത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായ തന്റെ കൃപാമഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. ഇതാ വാക്യം സ്വതം. അവര് പറയുന്നാന്ന് പറയും. ഇല്ല, പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കും. കൂട്ടുകാരനുമായിട്ട് ഞാൻ പോകുമ്പോൾ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ യാത്രാമധ്യം ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ കടന്നു പോയ സമയത്ത് താനൊരു പാട്ട് പാടി. ഞാൻ കുട്ടനാട് പ്രദേശത്ത് ഇങ്ങനെ വിശാലമായ വയൽ കണ്ടകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ തുറന്നു പാടുന്ന ആളായതുകൊണ്ട് ഞാൻ ആ പാട്ട് പഠിക്കുന്നതൊക്കെ അങ്ങനെയുള്ള ഇത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോയ സമയത്ത് എന്നോട് ഇങ്ങനെ പാടി, ആ സഹോദരൻ ഇങ്ങനെ പാടി, അപ്പനും അമ്മയും വീടും തനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവ് എത്രയെന്ന് പറയും. ഞാനും പാടി, കൂടെ പാടി. ഞാനും പാടി ഇങ്ങനെ പാടി, പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ നിന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ഇങ്ങനെ പാടിയപ്പോ എന്റെ ബുദ്ധിമണ്ഡലിൽ പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ പൈതൽ പ്രായം മുതൽ എന്ന് പറഞ്ഞു? നീ എന്നാ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, വചനമാണ് ഈ വചനം. ഇനി തീർന്നില്ല. പൗലോസ് പറയുന്നുണ്ട്, ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം, എങ്കിലും
എങ്കിലും എന്റെ ജനനം മുതൽ എന്റെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ജാതികളുടെ അറിയിക്കേണ്ടതില്ല, അവനിൽ ഇനി വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കൂ, എനിക്ക് മുൻപേ ഉള്ള അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകാതെ അവൻ ദമസ്കോസിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. കർത്താവിന്റെ അപ്പൊ എന്നെ ദൈവം നേരത്തെ കണ്ടതാണ് സത്യം. ഇന്നും ഇന്നലെ എന്നെ കണ്ടതല്ല, ദൈവം എന്നെ നേരത്തെ കണ്ടതാണ് സത്യം. ആ ദൈവത്തെ ഉയർത്തുവാൻ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും പാട്ടുകൾ പാടിയാണ് എനിക്കറിയാവുന്നത്, പാട്ട് മാത്രമേ, ഞാൻ എല്ലാവരുടെയും കൂടെ പാട്ട് പാടാൻ വേണ്ടി പോസും. ഈ വൈറലായ സമയത്തും ഇതിനു മുൻപേ ഞാൻ പാടുമായിരുന്നു. പാടുമ്പം അവര് വീഡിയോ എടുക്കും, ഞാൻ പറയും വീഡിയോ എടുക്കണ്ട, ഇവിടെ തന്നെ തീരട്ടെ. പക്ഷേ തമ്പുരാന്റെ പദ്ധതി അതല്ലായിരുന്നു. തമ്പുരാൻ അത് വീഡിയോ എടുത്ത് ഒരു സഹോദരൻ വീഡിയോ എടുത്തു, അത് അനേക രാജ്യങ്ങളിൽ പോകാനിടയാണ്. ദൈവത്തിന് മഹത്വം. ദൈവത്തിന്റെ അത് ദൈവം പറഞ്ഞുകൊണ്ട് എന്നെ ഉയർത്തും. ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ ഉയർത്തുന്നവരെ ഞാൻ ഉയർത്തും, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും. ഇന്ന് സ്വതം. അപ്പൊ നമ്മൾ വേർപെട്ടൊരു ജീവിതം ജീവിക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്റെ ജീവിതത്തിലാണെങ്കിൽ എന്റെ സമൂഹങ്ങളെല്ലാം അയലോക്ക വീടുകളെല്ലാം 250 കുടുംബങ്ങളുടെ നടുവിൽ ഞാൻ മാത്രമാണ്. ഇന്ന് ഒരു കല്യാണം നടത്തി കഴിഞ്ഞാൽ കരോക്കെ ഗാനവേള, പാലുകാച്ചി നടത്തിക്കുന്ന കരോക്കെ ഗാനം, ഇതെല്ലാം ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ അവിടെ പോയി അവരുടെ കൂടെ എന്ന് പറഞ്ഞേ അവരുടെ പോയി അവരുടെ പങ്കുചേരുമല്ല, നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കും. സഹോദര വാ അവരോട് ഞാൻ പറഞ്ഞു, നമ്മൾ വിട്ടതാ. അതുകൊണ്ടാണ് ഇന്ന് അവരവിടെ പാടുമ്പോൾ എന്റെ പാട്ടുകളെല്ലാം ലോകം മൊത്തം കേൾക്കുവാനുണ്ട്. ഞാൻ പറയുന്നത് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി എന്താ സമ്മർദ്ദം വരിക, എന്താ ഈ പ്രോത്സാഹനമൊക്കെ പറയാം, നീ വാ എന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഈ ദൈവമാണ് സത്യമെന്നും ആ ദൈവത്തിന് വേണ്ടി പാടിയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോകാറില്ല. ഞാൻ ഇതിന്റെ പറ്റി അങ്ങനെ എന്തോ ഒരു വിശേഷം വന്നാൽ ഞങ്ങൾ ഹിന്ദുക്കളായോ എന്റെ സഹോദരന്മാരെല്ലാം ബാക്കിയെല്ലാം ഞാൻ മാത്രമേ വിശ്വാസത്തിൽ, ഞാനും എന്റെ കുടുംബവും മാത്രമേ വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല. യോശുവ പറഞ്ഞത് ഞാനും എന്റെ കുടുംബം ഞങ്ങളെ ഹോബി അനുസരിക്കും. അങ്ങനെ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ചടങ്ങിലൊക്കെയാണ്. പക്ഷെ ഞാൻ അപ്പോഴേ പല കാര്യങ്ങളും വിളിക്കുന്നുണ്ട്. ഞാൻ പറയും ഞാൻ വരത്തില്ല, മരണമല്ലാതെ ബാക്കി ഒരു കാര്യം ചടങ്ങിൽ ഞാൻ വരാറില്ല എന്ന് പറയുവാനിടയായി. ഞാൻ പറഞ്ഞതിന്റെ അങ്ങനെയൊക്കെ ഒരു വേർപാട് നിന്നതാണ് ദൈവം എന്നെ മാനിക്കുവാനിടയായത്. വീണ്ടും ദൈവത്തിന് വേണ്ടി പ്രയോജനമായിട്ടാണ് പറഞ്ഞാൽ വീണ്ടും ഒരു പാട്ട് പാടുന്ന സമയത്ത് ഞാൻ എഴുതിയായിരുന്നു. എന്റെ 4 പേര് ഇങ്ങനെ പാടാം. വരുമല്ലോ നാഥൻ മേഘരൂഢനായി വന്നിടും, പറന്നിടും പോയിടും ഞാനും പ്രിയനോട് വാസം ചെയ്തിടും. പറന്നിടും പോയിടും ഞാനും പ്രിയനോട് വാസം ചെയ്തിടും. വരുമല്ലോ നാഥൻ മേഘരൂഢനായി വന്നിടും നേരം, പറന്നിടും പോയിടും ഞാനും പ്രിയനോട് വാസം ചെയ്തിടും. അത്തി തളുത്തു തുടങ്ങി കാഹളനാദം കേൾക്കാറാൻ, ശക്തി ലഭിച്ചു നാം പോകാം, പ്രിയനായി വേല ചെയ്തിടാം. ശക്തി ലഭിച്ചു നാം പോകാം, പ്രിയനായി വേല ചെയ്തിടാം. നേരത്തേക്കുള്ള കഷ്ടം അത് സാരമില്ലെന്നു നീനച്ചാൽ, കണ്ണീരില്ലാത്തൊരു നാട്ടിൽ കളങ്കമില്ലാതെ നാം പോകാം. കണ്ണീരില്ലാത്തൊരു നാട്ടിൽ കളങ്കമില്ലാതെ നാം പോകാം. വരുമല്ലോ നാഥൻ മേഘരൂഢനായി വന്നിടും നേരം, പറന്നിടും പോയിടും ഞാനും പ്രിയനോട് വാസം ചെയ്തിടും. പ്രിയനോട് വാസം ചെയ്ത നമുക്ക് പോകാം, വേർപെട്ട് നിൽക്കാം. വചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ട് കരുതുന്ന ഒരു ദൈവമുണ്ട്. നമുക്കറിയാം സ്വതന്ത്രം. ഞാൻ അല്പസമയം വചനം കൂടെ പറയട്ടെ. സ്വതം നമുക്കറിയാം സ്വതം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്വതം തടാകത്തിന്റെ തീരത്തിരിക്കുമ്പോൾ പത്രോസിന്റെ പടക് നിറച്ച ഒരു ദൈവമുണ്ട്. അവർ കരുതിയ ദൈവമാണ് അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിന്റെ പത്രോസ് പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുകയാണ്, നിങ്ങളുടെ സകല ചിന്ത ആകുലവും അവൻ മേലിട്ട് തീർന്നില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വതം കർത്താവിന്റെ വേലയ്ക്കായി പടകും വലയുമൊക്കെ വിട്ട് കർത്താവിനെ അനുഗമിച്ചപ്പോൾ സ്വതം ഇടയ്ക്കൊരു ചോദ്യം അനേക ജീവിതങ്ങൾ ചോദിക്കുവാനിടയായി. സ്വതം
ജോലിക്കും വേലയ്ക്കും പോകാത്ത പത്രോസിനോട് ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഗുരുവിന് ടാക്സ് കൊടുക്കുന്നില്ലേ അല്ലേ, അതിലെ കരം കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ സ്വതം പത്രോസ് ഒന്ന് ഭാരപ്പെട്ട്, എങ്കിൽ കർത്താവ് ഭവനത്തിൽ വന്ന കർത്താവ് പറഞ്ഞു, സ്വതം നീ എന്ത് പറയുന്നു, കരം കൊടുക്കുന്നത് വിഹിതമല്ലേ സ്വതം, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, മനുഷ്യരോട് ചോദിക്കണ്ട, നീ ചൂണ്ട എടുത്തിടുകയും കടലിൽ ചെന്ന് ചൂണ്ടയിടുക, മത്സ്യം കിട്ടും, അതിന്റെ വായിൽ നിന്ന് കിട്ടുന്ന ചതുരത്തുമ്പ പണം കൊടുത്തിട്ട് അത് നീ എനിക്കും നിനക്കും ടാക്സ് കൊടുക്കും. പലപ്പോഴും ആൾക്കാർ ചിന്തിക്കാറുണ്ട്, സ്വന്തം കർത്താവിന് വേലയ്ക്ക് വേണ്ടി എങ്ങനെ ആയിരിക്കും, ഇതുവരെ ജോലി ചെയ്തുകൊണ്ട് ഇനി എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ചിന്ത. അവിടെയും പത്രോസിനെ കരുതിയ ഒരു ദൈവമുണ്ട്. ഇവിടെ വചനം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതിയാൽ നിങ്ങളുടെ സകല ചിന്താകുലും അവൻ മേലിട്ടുള്ളൂ. തീർന്നില്ല, വീണ്ടും പത്രോസിന്റെ ജീവിതത്തിൽ ഒത്തിരി ഭാരങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും, ഒത്തിരി ഇനി മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് അറിയാതെ താൻ വീണ്ടും പടവും വലയുമായി വീണ്ടും ഇറങ്ങിയപ്പോൾ അവിടെയും തന്നെ കരുതിയ ഒരു ദൈവമാണ്. പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരുന്നപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം ഇച്ചിരി അകൽന്നൊക്കെ സമയത്തിനും നമ്മളെ തേടി വന്ന്, പത്രോസിനെ തേടി വന്ന ഒരു ദൈവമുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ, തിബിരിയാസ് കടപ്പുറത്ത് അവിടെ കരുതിയ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് താൻ ശക്തമായി പറയാണ്, ലേഖനത്തിൽ താൻ എഴുതിയിരിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ടുകൊള്ളുക സ്വതം. അതുകൊണ്ട് ഇതെന്നെ എന്നെ കേൾക്കുന്ന ദൈവജനമേ സ്വതം, നമുക്ക് പലപ്പോഴും ഭാരമുണ്ട്, സ്വതം ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഇവിടെ നമുക്ക് ഒരു പക്ഷെ കരുതിയില്ലെങ്കിലും നമുക്ക് വേണ്ടി കരുതാൻ കർത്താവായ യേശു കടന്നു പോയിരിക്കും. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കർത്താവ് അവിടെ കരുതുവാൻ പോകുകയാണ്. കരുതിയിട്ട് കർത്താവ് തന്നെ വരും. കർത്താവ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്ത ഇതല്ല, ഭൂമിയുടെ ഒന്നുമല്ല, നമുക്ക് നിത്യതയാണ് സ്വതം. അതാണ് നിത്യതയാണ് നമുക്ക് നമ്മുടെ എല്ലാവരും ആഗ്രഹവും അതാണ്, നിത്യതയിൽ പോകണം. പറയുവാൻ ഞാൻ പ്രബോധിപ്പിക്കുമ്പോൾ ഞാൻ പ്രബോധിപ്പിക്കുന്ന ചില സഹോദരന്മാരുടെ ദൈവജനത്തോട് പറയുന്നുണ്ട്, പിശാചിന് ഒരു കാര്യമാണ്, നമ്മൾ നിത്യത നശിപ്പിക്കണം, കർത്താവിന് നമ്മളെ നിത്യതയെ കൊണ്ടുവരും. ഇതിന്റെ നടുഭാഗത്തേക്കുന്നതാണ് നാം. തീരുമാനം നമുക്കുള്ളതാണ് സ്വതം തീരുമാനം. അതുകൊണ്ടാണ് ഈ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രബോധിപ്പിക്കുന്നത് ഉറപ്പിക്കാൻ. അതുകൊണ്ടാണ് പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 25-ാം വാക്യം വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഉദ്യോഗപ്രകാരം വചനഘോഷണം നിവർത്തിക്കുകയാണ് ഞാൻ സഭയുടെ ശുശ്രൂഷനായി. അത് പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്ക് മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ മർമ്മത്തിന് മഹിമാതനം എന്തെന്ന് അറിയിപ്പാൻ അവർക്ക് ഇഷ്ടമായി. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന് മഹിമാതനം എന്തെന്ന് അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുള്ളത് തന്നെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിലും ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത് പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരുടെ സകല ജ്ഞാനത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് പ്രബോധിപ്പിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് ബലപ്പെടുത്താനാണ്, ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്താനാണ്. സ്വതന്ത്ര ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവശക്തി. അതുകൊണ്ട് നമ്മുടെ വചനത്തിലാണ് നമ്മളെ ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വചനമാണ് നമുക്ക് ആവശ്യം. നമ്മളെ വചനമാണ് ദിനംതോറും നടത്തുന്നത്. നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കും. നമ്മൾ ശക്തിപ്പെടും, നമ്മൾ ബലപ്പെടും. അതുകൊണ്ട് വചനത്തിന്റെ ശക്തി നമുക്കറിയാം. എബ്രായ ലേഖനം പറയുന്നുണ്ട്, എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യം ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറും, പ്രാണനെ ആത്മാവിന്റെ സന്ധിബന്ധങ്ങളെ വേർപെടുക്കും വരെ തുളച്ചേളും, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. മനുഷ്യന് പുറമേ നോക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് സ്വന്തം. ആ ദൈവത്തെയാണ് ഇനി തീർന്നില്ല നമുക്ക് വേണ്ടി കരുതാൻ പോകുന്ന ഒരു ദൈവമുണ്ട് സ്വന്തം. ശ്രമിക്കുന്നവര് പൂർണ്ണമായി വല്ല തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം സ്വന്തം. അങ്ങനെ ഇനിയും ദൈവം കരുതിയിട്ടുണ്ട് നമുക്ക് സ്വർഗത്തെ കരുതിയിട്ടുണ്ട്. അതെന്നാന്ന് വെച്ചാൽ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങിയവരെ ക്രിസ്തുവിൽ മരിച്ചവർ. ഒരു പക്ഷേ ചോദിക്കും, മരിച്ചവര് പോകുമോ? നിരാശപ്പെടും. നമുക്കൊരു നിരാശയില്ല. എന്റെ പ്രിയപ്പെട്ടവർ നിത്യത്തെ ചെല്ലുന്നത്. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, മുൻപേ പോയവരെല്ലാം ഭാഗ്യമുള്ളവർ. സ്വതം മുമ്പേ പോയവരെല്ലാം ഭാഗ്യമുള്ളവർ. ഇന്നത്തെ നിൽക്കുന്ന പേടിയാ. പേടിന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ഭീരുവല്ല. ഇന്നത്തെ കാലഘട്ടങ്ങൾ നോക്കുമ്പോൾ നമുക്കത്. അതുകൊണ്ടാണ് വാക്തം പാടിയത്, മുൻപേ പോയിടുന്നു ഭാഗ്യമുള്ളവർ, മണ്ണിലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ, സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിപ്പാ, സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കു വർണ്ണിപ്പാൻ, അതിൽ ഭാഗ്യമോർക്കും തോറുമേനി യാശയേറുന്നേ, അതിൽ ഭാഗ്യമോർക്കും തോറുമേനി യാശയേറുന്നേ. അതുകൊണ്ടാണ് മുൻപേ ഭക്തരായ മനുഷ്യൻ അങ്ങനെ പാട്ടിരുന്നവരുടെ
കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെങ്കിൽ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിനെ ഇതെടുക്കാൻ ദേഹങ്ങളിൽ എടുക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? സ്വതം. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പൗരത്വ ബില്ല് വന്നപ്പം പെന്തക്കോസ്തുകാർക്ക് പേടിക്കാനില്ല, അവർ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പേടിക്കാനില്ല. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനം 3-ാം 20-ാം വാക്യം വരുന്നു. 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ രക്ഷിതാവ് വരുമെന്ന് നമുക്ക് കാത്തിരിക്കുന്നു. അവൻ വരുമ്പോൾ സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, തന്റെ മഹത്വമുള്ള ശരീരത്തെ അവന്റെ വ്യാപാര ശക്തി കൊണ്ട്, അങ്ങനെ ഫിലിപ്പിയ ലേഖനം പറഞ്ഞു, അവന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. തീർന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. ശക്തിപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? അതുകൊണ്ടാണ് റോമാലേഖനം വായിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ നിങ്ങളുടെ മർദ്ദ ശരീരങ്ങളെ ജീവിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ആത്മാവ് വേണം, ആത്മശക്തി പ്രാപിക്കണം. അവിടെയും തീർന്നില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം: നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ആത്മാവിന് ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതുകൊണ്ട് ഈ നാളുകളിൽ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. എന്തെങ്കിലും കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റൂ, എടുക്കപ്പെടുവാൻ സാധിക്കൂ. കർത്താവ് വരുമ്പോ നമ്മളെ എടുക്കപ്പെടണമെങ്കിൽ കർത്താവിന്റെ ശക്തി ആവശ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. സ്വതം തീർന്നില്ല. സ്വതം ഇനി നമ്മളെ നിന്ദിക്കുന്നവരുണ്ട്, നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്, നമ്മള് സുവിശേഷം പറയുമ്പോൾ നമ്മൾ നിന്ദിക്കുന്നവരുണ്ട്. അതാരാ? അത് ശത്രുക്കാരുടെ, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നമ്മളെ നിന്ദിക്കുന്നുണ്ട്. അതുകൊണ്ട് മലാക്കിയുടെ സുവിശേഷം പറയുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അല്ലെ? ദുഷ്ടന്മാരൊക്കെ നമ്മളെ നിന്ദിക്കുന്നത് നമുക്കൊരു നിന്ദയില്ല. അവർക്ക് വേണ്ടി ദൈവം വേറെ വെച്ചിരിക്കുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം പോലെ. അപ്പോൾ അഹങ്കാരികൾ സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. കുടുംബം പേര് ശേഷിക്കാതെ ദയിപ്പിച്ചു വന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു: എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോട് ഉദിക്കും. നിങ്ങളും പുറപ്പെട്ടു തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടും. അങ്ങനെ നമുക്ക് തുള്ളിച്ചാടി ഒരുങ്ങാമെന്ന് പറഞ്ഞോട്ടെ. ഒരു പാട്ടൂടെ ഞാൻ പാടാറുണ്ട്, എങ്കിലും ഈ അടുത്ത സമയത്ത് ഒരു ദൈവദാസൻ ഒരു പാട്ട് എന്നോട് പാടാൻ പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഇതുവരെ വെള്ളം പാടിയിട്ടില്ല. അത് ഞാനൊന്ന് പാടുവാൻ ആഗ്രഹിക്കുന്നു. സുഖം കൺകൾ കൊതിക്കുന്ന കാന്താനിൻ സന്നിധി വന്നു ചേരാ. കൺകൾ കൊതിക്കുന്ന കാന്താനിൻ സന്നിധി വന്നു ചേരാ. കാഹളനാദം എന്നു ഞാൻ കേട്ടു, കാഹളനാദം എന്നു ഞാൻ കേട്ടു. അന്താഞ്ചിൻ വരത്തിനെ കാത്തിടുന്നേ, അന്താഞ്ചിൻ വരത്തിനെ കാത്തിടുന്നേ. കൺകൾ കൊതിക്കുന്നേ അന്താഞ്ചിൻ സന്നിധി വന്നു ചേരാ. കൺകൾ കൊതിക്കുന്നേ അന്താഞ്ചിൻ സന്നിധി വന്നു ചേരാ. കരുതിടുവേനിക്കായി കരുതലും താരത്താൽ, കരുതിടുവേനിക്കായി കരുതലും താരത്താൽ വലിയൊരു സുധർമ്മത്തെ, വലിയൊരു സുധർമ്മത്തെ. കൺകൾ കൊതിക്കുന്ന അന്താവിൻ സന്നിധി വന്നു ചേരാ. കൺകൾ കൊതിക്കുന്ന അന്താവിൻ സന്നിധി വന്നു ചേരാ. ഒക്കളത്തിൽ നാം പോർവിരരാ, ഇരയോധാക്കളണിഞ്ഞിടാ. ഒക്കളത്തിൽ നാം പോർവിരരാ, ഇരയോധാക്കളണിഞ്ഞിടാ. പടമായി യേശുവിനെ 一人一人呀，
നിരനിരയായി പോരാടിവാ കണ്ണുകൾക്കോ തീർക്കും അന്താനും സന്ധിരാ കണ്ണുകൾക്കോ തീർക്കും കാന്താനും സന്ധിരാ ോ അറ്റം അറ്റം കർമ്മണവാട്ടിയായി ഒരുങ്ങി കാത്തു കർമ്മണവാട്ടിയായി ഒരുങ്ങി കാത്തു വിശുദ്ധിയിലോട്ടും ഭംഗമാരാതെ വിശുദ്ധിയിലോട്ടും ഭംഗമാരാതെ കണ്ണുകൾക്കോ തീക്കും കണ്ണുകൾക്കോ തീക്കും അന്താനും കണ്ണുകൾക്കോ തീക്കും കണ്ണുകൾക്കോ തീക്കുന്നൊന്നു കാൺമാ കണ്ടാ നിൻ സന്നിധി വന്നു ചേരാ. അതുകൊണ്ട് സ്വതം ആ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്. എന്ന് സമയങ്ങളെ വേർതിരിച്ചെന്ന് ദൈവദാസന് നന്ദി പറയുന്നു. വീണ്ടും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. സമൂഹത്തില് വളരെ വ്യത്യസ്തമായ നിലയിൽ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കാർത്തികേയനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തില് ഒരുപാട് വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ബാല്യം മുതൽ ഇങ്ങോട്ടുള്ള ജീവിത കാലയളവിൽ കടന്നു പോകേണ്ടി വന്നുവെങ്കിലും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠകരമായ മാന്യമായ ശുശ്രൂഷയ്ക്കായിട്ട് സ്വർഗത്തിലെ ദൈവം വേർതിരിച്ച് ഇന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, പല പ്രിയപ്പെട്ടവർക്കും ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ പുൾപിറ്റ്, പ്ലാറ്റ്ഫോം, നോട്ടീസ്, ഫ്ലെക്സ്, പരസ്യം, മൈക്ക്, പരിപാടികള്, വലിയ സിസ്റ്റം, വലിയ മ്യൂസിക്കിന്റെ അകമ്പടി ഒക്കെ ഉണ്ടെങ്കിലേ ഇന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഇതൊന്നും ഇല്ലാതെയും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് വാത്സല്യ കാർത്തികേയൻ ബ്രദറിന്റെ ശുശ്രൂഷകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത്. മറ്റാരുടെയും സപ്പോർട്ടില്ലാതെ, ആരുടെയും പിന്തുണയില്ലാതെ, ആരുടെയും ഇൻവിറ്റേഷനോ പരസ്യമോ നോട്ടീസോ അനൗൺസ്മെന്റോ ഒന്നുമില്ലാതെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം കവലകളിലും റോഡരികിലും പോയി നിന്ന് ആ യേശുവിന് വേണ്ടി പാടുവാൻ, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുവാൻ, തെരുവോരങ്ങളിലൂടെ സഞ്ചരിച്ച് യാത്ര ചെയ്ത് എല്ലാ പ്രിയപ്പെട്ടവരോടും ആ യേശുവിന്റെ സ്നേഹത്തെ ഉയർത്തുവാൻ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ തീർച്ചയായിട്ടും ദൈവദാസന് വലിയൊരു പ്രതിഫലം ദൈവം ഒരുക്കി. വലിയൊരു പ്രതിഫലം ഈ ലോകത്ത് ഒരു പാട്ടുകാരനായി ലോകപ്രകാരം ഒരു നാടൻ കലാരംഗങ്ങളിൽ വേണമെങ്കിൽ ആ നിലയില് ആദരിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും പ്രയോജനപ്പെടുവാനും ഒക്കെ കഴിയുമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്നാണ് സുവിശേഷ വേല. ആ ഒരു തിരിച്ചറിവ്
ആ തീനാളം, ആ ഒരു തിരി ആമേനെ കത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ആമേനെ കൃപ തോന്നി അതിന്റെ ആ വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചവുമേന്തി ഇന്ന് അനേകരെ വെളിച്ചത്തിലേക്ക് നടത്തുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ദൈവദാസനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ ദൈവം മാനിക്കട്ടെ, ആദരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വിലപ്പെട്ട സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിഷ്കളങ്കമായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അനുഭവങ്ങൾ, ഗാനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ആ പ്രിയ കുടുംബത്തിന് വേണ്ടി, ദൈവദാസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ശക്തമായി ദൈവദാസിനെ, തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം മാനിക്കട്ടെ, ആദരിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവസേന നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ കാർത്തികേയൻ അവറുകൾ ഒരു നിമിഷം ചുരുക്കം വാചകങ്ങള് പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. അരോമ ടിവിയിൽ കർത്താവെ, ഹൃദയ സാക്ഷ്യം കേട്ട കർത്താവെ, ദൈവവചനം കേട്ട കർത്താവെ, ഹൃദയ എല്ലാ ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ അനുഭവിക്കുന്ന എല്ലാ കർത്താവെ പ്രയാസം നിൽക്കുകയും കർത്താവെ നീ പൂർണ്ണമായ ഒരു വിടുതൽ കർത്താവ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ കർത്താവ് ഹൃദയ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരും നീ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അരോമ ടിവിയിൽ കർത്താവെ, എന്റെ കർത്താവ് കർത്താവ് നിയന്ത്രിച്ച കർത്താവെ, ദൈവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവെ, കർത്താവെ ഒരു വിശാലത വരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് കർത്താവെ ഇവിടുന്ന് ഏൽപ്പിച്ചവിടുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവിടുന്ന് പ്രാർത്ഥനയാചനം കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ കാർത്തികേയൻ അവറുകൾ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും അതുപോലെ കർത്താവിന് വേണ്ടി പാടുവാനും സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദയമായ കർത്താവ് ധാരാളമായി കർത്താവിന്റെ ദാസനെയും കുടുംബത്തെ, ശുശ്രൂഷകളെ മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷകരമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്നതായ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com